അഡ്വക്കേറ്റ് സുരേഷ് ബാബു, സർക്കാരോ ദേവസ്വം ബോർഡോ ചെയ്യുന്നില്ല. ഹൈന്ദവ സംഘടനകൾ തയ്യാറാണ്. എന്ത് സഹായം വേണമെങ്കിലും അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുക്കാൻ അവർ സന്നദ്ധമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവരെ അകറ്റി നിർത്തുന്നത്? ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കോടതിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശം ഈ ഫ്ലോറിൽ ഇപ്പോഴത്തെ ചർച്ചയിൽ തന്നെയുണ്ട്. അത് ഒരു പ്രധാന ഘടകമായിട്ടാണ് ആരെയെങ്കിലും അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിർത്തുന്നതിൻ്റെ കാരണമായിട്ടുള്ളത്. എന്താണ് കാരണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരോ ഒരാൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഇങ്ങനെയാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അതിനൊരു കീഴ്വഴക്കവും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ നടക്കട്ടെ. ഇവിടെ പൂർണ്ണമായും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊക്കെ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് പമ്പയിൽ നിന്ന് കയറിയാൽ പല ചവിട്ടുന്ന ഘട്ടം മുതൽ മൂത്രമൊഴിക്കാനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇടവേളകളിലുണ്ടെന്നാണ് എൻ്റെ ധാരണ. വെള്ളം കുടിക്കാനും വെള്ളം കഴിക്കാനും ഇടവേളയിൽ താഴത്തെ കഞ്ഞി കഴിക്കാനും ക്ഷീണം തീർക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അതിനകത്തുണ്ടെന്നാണ് എൻ്റെയൊക്കെ ഒരു ജീവിത അനുഭവം. കാരണം ഞാനൊക്കെ ശബരിമല ചവിട്ടിയിട്ടുള്ള ആളാണ്, ശബരിമലയ്ക്ക് മുകളിൽ പോയിട്ടുള്ള ആളാണ്. പിന്നെ കോടികളാണ് ഒഴുകിയെത്തുന്നത്. അവർക്ക് ഈ പരിമിതമായ സൗകര്യം മതിയോ? അത് പരിമിതമായ സൗകര്യം പോരാ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പരിമിതമായ സ്ഥലവും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലും ശബരിമലയിലും ഉള്ള ഇടങ്ങളിലെല്ലാം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരാമർശം ഞാനിവിടെ നിന്ന് കേട്ടത് എന്താണ്, പമ്പയിൽ ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തായിപ്പോയി അത് എന്ന് പറഞ്ഞ് ആ ഏർപ്പെടുത്തിയതിനെ ആക്ഷേപിക്കുന്നുണ്ട്. എവിടെ എന്തെങ്കിലും ചെയ്താൽ ചെയ്തതിനെ ആക്ഷേപിക്കുക, ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുക. ഇത് സ്വാഭാവികമാണ്. അതിലൊന്നും ഞാനൊരു പരിഭവം കാണുന്നില്ല. കാരണം എന്ത് സന്ദേശമാണ് ഈ ചർച്ചയിലൂടെ ജനസമൂഹത്തിന് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ശ്രീ അനിൽ നമ്പ്യാർക്കും ചാനലിനുമുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്, അതനുസരിച്ചിട്ടുള്ള സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത്. അതവർ നടത്തണം. പിന്നീട് ഒരു കാര്യം മാത്രമേ എനിക്ക് അത്തരം കാര്യങ്ങളോട് ഞങ്ങൾക്ക് സതുദ്ദേശം മാത്രമേ ഉള്ളൂ. അതായത് ഈ ലോകമെമ്പാടും നിന്നും ശബരിമലയിലെത്തുന്ന ഭക്തർ ഈ സീസണിൽ, ഈ തീർത്ഥാടന കാലത്ത് അവർ കഷ്ടപ്പെടരുത്. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഒരാൾ പോലും ദർശനം സാധ്യമാകാതെ മാലയഴിച്ച്, കഴിഞ്ഞ സീസണിൽ സംഭവിച്ചാണ്, മാലയഴിച്ച് തിരിച്ചു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലാതെ ശബരിമല വെച്ച് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താനൊന്നും ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ദയവ് ചെയ്ത് ആ രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോയി എത്തിക്കരുത്. താങ്കളെപ്പോലെ പരിണതപ്പറ്റനായ ഒരു നേതാവിൽ നിന്ന് ഞാൻ അതല്ല പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞോ നമ്പ്യാർ? ഞാൻ പറയുന്നത് ഇവിടെ കേട്ട സംസാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു സമീപനം ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശ്രീ അനിൽ നമ്പ്യാറിൻ്റെ ആ ഒരു സതുദ്ദേശപരമായ ക്ലാരിഫിക്കേഷനെ പൂർണ്ണാർത്ഥത്തിൽ ഞാൻ സ്വീകരിക്കുകയാണ്. എവിടെയാണ് കുഴപ്പങ്ങളുള്ളത് എന്ന് വെച്ചാൽ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇതിനകത്ത് നമ്മൾ കേട്ടല്ലോ, ഒരു കലാപാഹ്വാനം പോലെ നമ്മുടെ സ്നേഹിതന്മാരിവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നും പണം തട്ടുകയാണെന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അത് കൊണ്ടുവന്ന് കുത്തക മുതലാളിമാർക്ക് കൈവശപ്പെടുത്തുവാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഇതെന്തെങ്കിലും ഒന്ന് ഈ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കുമോ? നടത്താൻ ആരെങ്കിലും അനുവദിക്കുമോ? നടത്താൻ ആരെങ്കിലും തയ്യാറാകുമോ? ആ ഒരു വസ്തുതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ ആർക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതപിക്കാൻ മാത്രമേ ഈ കാര്യത്തിൽ കഴിയുകയുള്ളൂ. പിന്നീട് ഇപ്പോൾ പറയുന്നത് കേൾക്കാൽ വിചാരിക്കും ശബരിമല സീസൺ തുടങ്ങിയെന്ന്. നാളെയോ മറ്റന്നാളോ ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ യുക്തയായ സ്ത്രീകളെയൊക്കെ
ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ കയറ്റി മറ്റന്നാളേ ഉള്ളൂ. ഇന്നിപ്പോൾ കയറ്റി എന്നൊക്കെയുള്ള നിലക്കാണല്ലോ പറയുന്നത്. അല്ല കഴിഞ്ഞ സീസണിലൊക്കെ കയറ്റിയ കാര്യമാണ്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ പമ്പയിൽ നിന്ന് വണ്ടികളിൽ യവനെ ഞാൻ അങ്ങനത്തെ അങ്ങയോട് തർക്കിക്കാനില്ല. ഞാൻ ഇക്കാര്യത്തിലില്ല. നമ്മൾ ഇതിനകത്തെ പോസിറ്റീവായി കാണാൻ തയ്യാറുണ്ടെങ്കിൽ, കാരണം ഇതിലൊന്നും താല്പര്യമില്ലാത്ത, ഈ സംവാദത്തിൽ ഒന്നും താല്പര്യമില്ലാത്ത അനേക കോടി ജനങ്ങളാണ് ശബരിമലയിലേക്ക് വരുന്നത്. അവർക്ക് കുടിവെള്ളം കിട്ടണം, അവർക്ക് ശൗചാലയങ്ങളുടെ സൗകര്യങ്ങൾ വേണം. ഒരു നിർദ്ദേശം എനിക്കിവിടെ സ്വീകാര്യമായി തോന്നി, എനിക്കും അത് തോന്നുന്നതാണ്. അവിടെ ഇത്രയും വരുമാനങ്ങൾ ഉണ്ടാകുന്നൊരു പശ്ചാത്തലത്തിൽ സൗജന്യമായി കുടിവെള്ളവും സൗജന്യമായി ശൗചാലയവും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവസ്വം ബോർഡ് ആ കാര്യം ആലോചിക്കേണ്ടതാണ് എന്നെനിക്ക് അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നടക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ ജീവിക്കുന്നിടത്തോളം കാലം ശബരിമല ക്ഷേത്രം അതിൻ്റെ പൂർവകാല പ്രൗഢിയും പൂർവകാല ഭക്തസാന്ദ്രതയോടും കൂടി തന്നെ നിലനിർത്തുന്നതിന് ഒരു വിട്ടുവീഴ്ചയും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ അനുവദിക്കുന്ന പ്രശ്നങ്ങളേയില്ല. അങ്ങനെ അനുവദിക്കാതിരിക്കുക തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള സമീപനം. ഒരു വസ്തുത നിങ്ങളെല്ലാവരും എടുക്കണം. ഈ കാലഘട്ടങ്ങളിൽ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരും ആളുകളും ഭക്തിമാർഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായും അതിൻ്റെ പരിണാമം എന്താണ്? ക്ഷേത്ര ദർശനങ്ങളിൽ ഇതുപോലെയുള്ള ജനങ്ങളുടെ വരവ് കൂടുകയാണ്. ജനങ്ങളുടെ വരവ് വർദ്ധിക്കുന്നത് ഭക്തി സാന്ദ്രമായ ഒരു സമൂഹത്തിന്, അത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത്. കാരണം സമൂഹം എല്ലാം കൊണ്ടും പലതുകൊണ്ടും ദുഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ലേ? നമ്മൾ ഈ ലോകത്ത് കാണുന്നില്ലേ? ഏതൊക്കെ ഭാഗത്ത്, നമ്മുടെ ഈ ഒരു ഏഷ്യ പസഫിക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തൽക്കാല യുദ്ധമില്ല എന്നൊഴിച്ചാൽ ബാക്കി പലയിടങ്ങളിലും യുദ്ധമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധമല്ലേ? അതിൽ ഇനി ഒരു സാന്ത്വനം നമുക്കാർക്കെങ്കിലും ലഭിക്കണമെങ്കിൽ, ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൽ ദൈവഭക്തിയെ ഇനി നമുക്ക് ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ദൈവഭക്തിക്ക് ആധാരമായിട്ടുള്ള വസ്തുതകൾ ഏത് കമ്മ്യൂണിസ്റ്റുകാരനായാലും ഏത് മറ്റേതെങ്കിലും രാഷ്ട്രീയ ചിന്തക്കാരനായാലും അവർക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിക്കുവാൻ അത്തരം ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ അനുവദിക്കുകയുമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഞാനതിൻ്റെ കൂടെ ഉണ്ട്. അതല്ലാതെ അതിനോട് നമ്മൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ഇവിടെ മറ്റ് ബഹുമാനപ്പെട്ട വ്യക്തികൾ സൂചിപ്പിച്ച മാർഗത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ പരിഹാരമുണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.